ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സീരിയലിലെ ഇഷ്ട സീരിയൽ ഒരാഴ്ചയും കൂടിയാണ് ഇനിയുള്ളത്. അപ്പൊ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സീരിയല്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ ആ CA ആ ശാന്തമ്മ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഈ തെങ്ങും തൈ വെച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ ശാന്തമ്മ ചേച്ചി ആലോചിക്കുകയാണ്. കല്യാണി പറഞ്ഞ കാര്യം, ചേച്ചി ഈ തെങ്ങിനെ കുറിച്ച് ആര് ചോദിച്ചാലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് കല്യാണി നേരത്തെ തന്നെ ശാന്തമ്മ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചേച്ചി പറയുന്നുണ്ട്, സാറേ ഈ തെങ്ങും തൈ വെച്ചിട്ട് ഒരു 1.5 മാസമായി എന്ന് പറയാണ്. ഓ, 1.5 മാസമായല്ലേ? കൊള്ളാം, എന്തായാലും പെട്ടെന്ന് തഴച്ചിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് ഫലപുഷ്ടി തരുന്ന തെങ്ങാണെന്ന് തോന്നുന്നു. ചിലപ്പോ താഴെ നിന്നിട്ട് തേങ്ങ പറിക്കാൻ പറ്റുമായിരിക്കും അല്ലെ? അതൊന്നും എനിക്ക് അറിയില്ല സാറേ. ശരി എന്ന് പറഞ്ഞിട്ട് ആ CA അവിടെ നിന്ന് പോവാണ്. ശാന്തമ്മ ചേച്ചി ഒരു കള്ള നോട്ടം ആ CAനെ നോക്കുന്നുണ്ട്. ആ CA ഒന്നും കൂടി തലയാട്ടിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറി കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോ അവിടെ ഒരു പ്ലാന്റ്സിന്റെ നഴ്സറി ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങാണ്. അപ്പൊ അവിടെ ഒരു പുള്ളിക്കാരൻ അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ തെങ്ങും തൈക്കൊക്കെ എത്രയാണോ റേറ്റ്? തെങ്ങും തൈക്കൊക്കെ എത്ര രൂപയാവും സാറേ? സാറിന് ഞാൻ റേറ്റ് കുറച്ച് തരാം സാറേ. അയ്യോ, ഞാൻ തെങ്ങും തൈ മേടിക്കാൻ വന്നതല്ല, കുറച്ചു ദിവസം മുമ്പേ ഒരു മേടിച്ച ആളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ആരാ സാറേന്ന് ചോദിക്കുമ്പോ, ഇവിടെ ഒരു RS കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ഉടമ കിരൺ സാർ എന്ന് പറഞ്ഞ ആള് ഇവിടെ വന്നൊരു തെങ്ങും തൈ മേടിച്ചിട്ടുണ്ടോ എന്ന് ആ പാപ്പനോട് ചോദിക്കുകയാണ് CA. അത് ചോദിക്കുമ്പോഴേക്കും ആ പാപ്പൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, കിരൺ പറഞ്ഞ കാര്യം ഈ തെങ്ങും തൈനെ കുറിച്ച് ആർത്തും ഒന്നും പറയരുതെന്ന്. അതുകൊണ്ട് തന്നെ ആ പാപ്പൻ പറയുന്നുണ്ട്, കിരൺ സാർ വാങ്ങിച്ചിട്ടില്ല സാറേ, പക്ഷെ കൂടെയുള്ള വേലു എന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ടായില്ലേ, ആ പുള്ളിക്കാരനാണ് പൈസ തന്ന തെങ്ങും തൈ വാങ്ങിച്ചത്. ഓഹോ, അല്ല അത് വാങ്ങിച്ചിട്ട് എത്ര നാളായി കാണും? അപ്പോ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സാറേ അതൊരു 3 മാസത്തിനടുത്ത് ആവാനായി സാറേ എന്ന് പറയാണ്. ശരി, 3 മാസം ആവാനായല്ലേ, കൊള്ളാം. അല്ല, തന്റെ പേരെന്താണ്? ശിവശങ്കരൻ എന്നാണ് സാറേ. ഓ, ശിവശങ്കരൻ ദൈവത്തിന്റെ പേരാണല്ലോ. അപ്പൊ നാവ് തെറ്റിപ്പോവില്ലല്ലോ അല്ലെ? ഇല്ല സാറേ. അല്ല, താൻ പറഞ്ഞത് സത്യമാണല്ലോ അല്ലെ? സത്യമാണ് സാറേ, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയാണ്. ശരി. അല്ല, ഈ മരിക്കുമ്പോഴേ അതിന്റെ ശവമൊക്കെ അടക്കി കഴിയുമ്പോഴേക്കും അതിന്റെ മുകളിൽ ഒരു തെങ്ങ് നട്ടുപിടിപ്പിക്കാറുണ്ടെന്ന് പഴയമാക്കാര് നട്ടുപിടിപ്പിക്കാറുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് തെങ്ങ് ആരെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? ഉണ്ട് സാറേ, അതിനാവശ്യക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മരണം എപ്പോഴും നടക്കില്ലല്ലോ സാറേ. ഓ, അപ്പൊ താൻ അതിനു വേണ്ടി ആൾക്കാർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടാടോ? അയ്യോ സാറേ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ശരി, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞ ആ CA അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കേട്ടോ. കിരണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാദംബരി അടുത്ത് പറയുന്നുണ്ട്, കാദംബരി എന്നെ ആ CA വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. അയാൾ എന്തിനാ ഇടയ്ക്കിടക്ക് സാറിനെയും എല്ലാവരെയും കാണാൻ വേണ്ടി വരുന്നത്? അതൊക്കെ വേറൊരു കാര്യമാണ് കാദംബരി, അതൊന്നും നിന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. കല്യാണിക്ക് ബോധം വരണമെങ്കിൽ അവൾ എന്നെ അന്വേഷിക്കും. ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇവിടെയും പോയെന്ന് പറഞ്ഞാൽ മതി. അവളോട് ഒരിക്കലും പറയരുത്. ഗംഗപ്രസാദിന്റെ മരണത്തിന്റെ അന്വേഷണം ബാധിച്ചേക്കുന്നത് അവളെയാണ്. അവളെ ഏറ്റവും കൂടുതൽ വിഷമിക്കും. ഈ സമയത്ത് വിഷമവും കാര്യങ്ങളും പാടില്ല. അതുകൊണ്ട് അവൾ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തു പോയെന്നോ അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അച്ഛന്റെ കൂടെ പുറത്തേക്ക് പോയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാട്ടോ. ശേഷം CA വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വേലുവിനോട് രതീഷിനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ കൂട്ടുപ്രതികളാണ്. 1ാം പ്രതി അവൻ ആ കിരണാണ്, കിരൺ ചന്ദ്രസേനൻ അല്ലെ എന്ന് ചോദിക്കുമ്പോഴേക്കും വേലു പറഞ്ഞല്ല സാറേ, കിരൺ സാറിന് ഒരു പങ്കുമില്ല. ഓഹോ, കിരൺ സാറിന് ഒരു പങ്കുമില്ല. പങ്കുള്ളത് നിനക്കാണോടാ എന്ന് ചോദിക്കുകയാണ്. സാറേ അത് പിന്നെ പറയടാ, നീയാണോടാ പങ്കുള്ളത്? സാറേ ഞാനാ സാറേ ഗംഗേനെ കൊന്നത് എന്ന് പറയുമ്പോഴേക്കും രതീഷ് ഞെട്ടിക്കൊണ്ട് വേലുവിനെ നോക്കുവാട്ടോ. ആ സമയത്ത് CA പറയുന്നുണ്ട്, കൊള്ളാം, നീ കുറ്റം സമ്മതിച്ചു, അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എനിക്ക് ഈ കേസ് വേണമെങ്കിൽ നിർത്തിവെക്കാം. പക്ഷെ നീ അത് എങ്ങനെയാ ചെയ്തെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് പറയടാ, നീ എങ്ങനെയാ അത് ചെയ്തത്? സാറേ അന്ന് അവൻ ആ കല്യാണ മണ്ഡപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കിരൺ സാറും അവനും തമ്മിൽ അടിയുണ്ടായിരുന്നു. അവൻ കിരൺ സാറിനെ തള്ളി മറിച്ചിട്ടിട്ട് കണ്ണിൽ കുറച്ച് മണ്ണ് വാരിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴേക്കും അവിടെ ഒരു ഇരുമ്പൊലൊക്കെ ഉണ്ടായിരുന്നു സാറേ. ആ ഇരുമ്പൊലൊക്കെ കൊണ്ട് അവന്റെ തല കടിച്ചിട്ടത് ഞാനാണ്. ആ അടിയിലാണ് സാറേ അവൻ മരിച്ചത്. കൊള്ളാം. ഓക്കെ, എന്നിട്ട് അവന്റെ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? ഇതുവരെ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അയ്യോ സാറേ, അത് കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി ഞാനൊന്നും ചെയ്തില്ല സാറേ, പിന്നെ എനിക്ക് അറിയില്ല. പിന്നെ എന്തിനാണ് നിന്റെ കിരൺ സാറ് മണ്ഡപത്തിൽ നിന്ന് ആ കാർ എടുത്തിട്ട് പുറകിലേക്ക് വന്ന് വീണ്ടും മുൻപിലേക്ക് കൊണ്ടുപോയത്? കാറിലാണ് നിങ്ങൾ ഡെഡ് ബോഡി കൊണ്ടുപോയത് എന്ന് CA ചോദിക്കുമ്പോൾ രതീഷ് പറഞ്ഞില്ല സാറേ, അത് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ് കാർ പുറകോട്ട് കൊണ്ടുവന്നത്. ശരി,
നിങ്ങളീ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കണം ചോദ്യങ്ങൾ വരുമ്പോഴും, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. രതീഷ് ആ സമയത്ത് വേലുനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ കുറ്റം ഏറ്റെടുത്തത്, നീയാണോ അത് ചെയ്തത്? അത് കേട്ട് വേലു പറയണ്ട്, അല്ല സാറേ, ഞാനൊന്നും അല്ല അത് ചെയ്തത്. പക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ കിരൺ സാർ കുറ്റവാളിയാവില്ലേ? എടാ, നീ എങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കിരൺ സാർ കുറ്റമേൽക്കാതിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി അയാൾ കിരൺ സാറിനെ പോയി ചോദ്യം ചെയ്യും, കിരൺ സാർ പറയും കിരൺ സാർ ആണെന്ന്. അയ്യോ, അങ്ങനെ പറയോ? പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ലടാ എന്ന് പറയാണ് രതീഷ്. അതിനുശേഷം കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സി ഇങ്ങനെ ചോദിക്കണ്ട്, അതെ, കുറ്റവാളിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, ഗംഗപ്രസാദിന്റെ യഥാർത്ഥ കൊലയാളിനെ. ആരാ സാറേ അത്? അത് വേലായുധൻ എന്ന് പറഞ്ഞ വേലു എന്ന് പറയുമ്പോ കിരൺ ഷോക്കാവാണ്. എന്താണോ താനത് കേട്ടപ്പോ ഷോക്കായത് എന്ന് ചോദിക്കുമ്പോ, ഒന്നുമില്ല സാറേ, അല്ല, വേലു സമ്മതിച്ചു നിങ്ങൾ അവനെ ഗംഗപ്രസാദ് തല്ലി ചതച്ചത് നിങ്ങളാണ്. പക്ഷെ അവൻ ഓടി രക്ഷപ്പെടാൻ പോയത് നോക്കിയപ്പോ കയ്യിലിരുന്ന ഇരുമ്പൊലൊക്കെ കൊണ്ട് അവനെ തലക്കടിച്ചത് വേലുവാണെന്ന് പറഞ്ഞു. പക്ഷെ ഡെഡ് ബോഡി എന്ത് ചെയ്തെന്ന് അവൻ പറഞ്ഞില്ല. സാറേ, ഡെഡ് ബോഡി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നോക്കിയപ്പോഴേക്കും കല്യാണ പെണ്ണിന്റെ ചെക്കന്റെയും പെണ്ണിന്റെയും അടുത്തേക്ക് തോക്ക് ചൂട് നിൽക്കായിരുന്നു അവൻ ഇടിച്ച് നിരമ്പതിശാക്കി. അവൻ എന്റെ കണ്ണിലേക്ക് മണ്ണ് വാരിട്ട് അവിടുന്ന് ഓടിപ്പോവായിരുന്നു. ശേഷം ഒരു കല്ലിന്റെ അവിടെ അവന്റെ തല അടിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാർ, അതിനുശേഷം എനിക്കൊന്നും അറിയില്ല എന്ന് കിരൺ പറയാണ്. അപ്പൊ പോലീസ് പറയണ്ട്, എടോ കിരണെ, തന്നെ ഇതുവരെ മര്യാദ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. തന്നോട് മോശപ്പെട്ട ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, തനിക്ക് ഈ നാട്ടിൽ നല്ല പേര് മാത്രമേ ഉള്ളൂ, തനിക്കും തന്റെ ഭാര്യയ്ക്കും. നിങ്ങൾ ഒരു കള്ളവോ ചതിയോ ഒരു ആളെയും ചെയ്തിട്ടില്ല. ഞാൻ ഈ നാട്ടിലൊരു വീട് വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ വീട് വെക്കുള്ളൂ. അത് നേരത്തെ ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ പെരുമാറിയത്. പക്ഷേ എന്റെ രീതി മാറ്റരുത്. അതുകൊണ്ട് കിരൺ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ലോക്കപ്പിൽ കിടക്ക്, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. എനിക്ക് കുറച്ചു കാര്യങ്ങളും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കാനുണ്ട്. എന്തായാലും ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ സി എ പറയാണ്. ആ സമയത്ത് സി എ പറയണ്ട്, കിരണെ, നിങ്ങളാണ് ആ കൊലപാതകം ചെയ്തെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയാവോ? ആ കൊലപാതകം ചെയ്തിട്ട് പോലീസിനെ വിവരം അറിയിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ശിക്ഷയും കിട്ടാൻ പോണില്ല. കാരണം അവന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ. പക്ഷെ നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു, വലിയൊരു മിസ്റ്റേക്ക്. അവന്റെ ബോഡി മറവ് ചെയ്തു. എന്നിട്ട് ഇപ്പോഴും നിങ്ങളത് പറഞ്ഞിട്ടില്ല. ബോഡി മറവ് ചെയ്യണത് വലിയ തെറ്റാണ്. കുറ്റം ചെയ്യണ പോലെ തന്നെ തെറ്റാണ് കുറ്റം മറച്ചു വെക്കണത്. അത് കിരൺ അറിയാലോ. അതുകൊണ്ട് ഇതിനുള്ള കിട്ടാൻ പോണ ശിക്ഷ വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സി അവിടുന്ന് പോവാണ്. എന്നിട്ട് എസ് എടുത്ത് പറയണ്ട, ഇയാളെ കൊണ്ട് സെല്ലിലാക്കുന്നു പറയാണ്. അങ്ങനെ കിരണിനെയും കൂട്ടിക്കൊണ്ട് സെല്ലിന്റെ അടുത്തേക്ക് പോകണ്ട്. അവിടെ രതീഷും വേലും ഉണ്ട് കേട്ടോ. ശേഷം എസ് എ പറയണ്ട്, കിരൺ സാറേ, എന്നോടൊന്നും തോന്നരുത്, ഇവിടെ ആനുകൂല്യം ചെയ്യാൻ പറ്റില്ല. വേണ്ട സാറേ, ആനുകൂല്യമൊന്നും വേണ്ട, എല്ലാരും ഇരുന്ന പോലെ എന്നെ ഇട്ടാ മതി എന്ന് പറയാണ്. അങ്ങനെ സെല്ലിനുള്ളിലേക്ക് കിരൺ ഇടുന്നുണ്ട്. എന്നിട്ട് എസ് എ അവിടുന്ന് പോവാണ്. അപ്പോ വേലു എടുത്ത് ചോദിക്കണ്ടേടാ, നീ എന്തിനാടാ ആ കുറ്റം ഏറ്റെടുത്തത്? നീയല്ലോ തലക്കടിച്ചത്. അല്ല സാറേ, കിരൺ സാർ ഒരിക്കലും ഇതിന്റെ പേരിൽ ഒരിക്കലും ജയിലിൽ പോകാൻ പാടില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നീ ജയിലിൽ പോയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതാണ് നിന്റെ വിചാരം? അമലും എങ്ങനെ സഹിക്കോടാ? മൂപ്പത്തി എങ്ങനെ സഹിക്കും? കാട്ടിലുള്ളവർ എങ്ങനെ സഹിക്കും? സാറേ, അവർക്കൊക്കെ അത് മനസ്സിലാവും. എന്റെ മാമനെ കൊന്ന ആളെ കൊല്ലാൻ വേണ്ടി നടക്കുമായിരുന്നല്ലോ ഞാന്. അതുകൊണ്ട് ഞാനത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാവുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കും സാറേ. പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കും എല്ലാവരും. അതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ കിരൺ സാറേ, സാറിന്റെ അവസ്ഥ അങ്ങനെയല്ല. കല്യാണിച്ചിയുടെ അവസ്ഥ അറിയാലോ. കല്യാണി ചേച്ചിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. സാറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാ സാറേ ഞാൻ കുറ്റം ഏറ്റെടുത്തത്. അപ്പൊ രതീഷ് പറഞ്ഞു, ഇവൻ കുറ്റം ഏറ്റെടുത്തത് സാറേ, ഇവനല്ല തലക്കടിച്ചത്. അതെനിക്ക് മനസ്സിലായടാ. അതെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ആ ബോഡി മറവ് ചെയ്തു, അതാണ് ഇവിടെ പ്രശ്നമായിരിക്കണത് എന്ന് പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. ഇനി ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ വരാൻ പോണത് ആ തലക്കടിച്ച യഥാർത്ഥ ആള് വരാൻ പോണട്ടോ. അങ്ങനെ ആ ഒരു കേസ് തെളിയാൻ പോവാണ്. അതോടുകൂടി ഈ സീരിയൽ തീരാനും പോവാണ്. കേസ് തെളിയുന്നിടത്താണ് ക്ലൈമാക്സ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ആരാണ് തലക്കടിച്ചത്, അതാണ് ക്ലൈമാക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.